നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, അച്ഛൻ കരയി വന്നു. സോറി അച്ചായ, ഞാൻ അറിയാതെ ഓരോന്ന്. സാരമില്ല, ഞാൻ പെട്ടെന്ന് സബാനെ ഓർത്തുപോയി. അല്ല മോനെ ആദിത്യ, ഈ പൂജയ്ക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ചെരുപ്പ് ഇതെവിടെ പോയി? ഇവിടെയാണല്ലോ ഞാൻ ഇട്ടത്. ഇനി അവരെങ്ങാനും കണ്ടു കാണോ? എന്നാലും ഇതിങ്ങനെ ഇവിടെ വന്നോ? ഇത് ആരും ഇവിടെ കൊണ്ടുവച്ചേ? ഇനി ആദ്യം എങ്ങാനും? അതെ, ആദ്യം തന്നെ ആയിരിക്കും. വേറെ ആരാവാനാ? ഹലോ സാർ. ശ്രീനിവാസന. സാർ, തന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. ഓക്കെ സാർ. ഒന്ന് വേഗമാകട്ടെടേ. ഇങ്ങനെ താളം തല്ലിയല്ലോ എങ്ങനെയാ? നേരം 12 മണിയായി. ഉണ്ണാൻ പിള്ളേരൊക്കെ ഉള്ളതാ. എന്നെ പറ്റിക്കുന്ന പോലെ അല്ല കേട്ടോ. എന്റെ പൊന്നമ്മേ, എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളൂ. ഇനി ഓച്ചറ പോകുമ്പോഴാവട്ടെ, അവിടുന്ന് 2 കൈ ഞാൻ ചേച്ചിക്ക് വാങ്ങിക്കൊണ്ട് വരാം. അല്ല പിന്നെ, ഇത് കേട്ടില്ലേ അമ്മി മോളെ? ഈ അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാ. ഗോമതി കിന്നേരം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സാമ്പാറിന് വേഗം കടുവറുത്ത് വാങ്ങി വെക്കോ. എന്റെ പൊന്നെ വെച്ചേ. ആമി, ആമി, ആമി. അല്ല, ദത്തേട്ടൻ ഇതെങ്ങോട്ടാ? ഒരു അത്യാവശ്യമുണ്ട്. അയ്യോ, ഇപ്പൊ പോയാൽ എങ്ങനെയാ? ഊണ് കഴിക്കണ്ടേ? ഊണൊക്കെ വന്നിട്ട് കഴിച്ചോളാം. ഞാൻ വരാൻ നോക്കി നിൽക്കണ്ട, നീ കഴിച്ചോണം. പിന്നെ ഉച്ചയ്ക്കുള്ള ടോണിക്ക് മുടക്കണ്ട. ഇന്നലെ എവിടെ പോവാണെന്ന് പറഞ്ഞിട്ട് പോ. അത് വന്നിട്ട് പറയാം. ശരി എന്നാ. ദത്തൻ എവിടെ പോയതാടേ? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. അത്യാവശ്യോ? കാര്യം പറഞ്ഞില്ലേ? ഇല്ല. ഏതായാലും ഇവിടെ വന്നിട്ടേ ദത്തേട്ടൻ കഴിക്കൂ. ദത്തസാറിന്റെ പറച്ചിലല്ലേ, നമ്മളിത് എത്ര കേട്ടതാ. അത്താഴത്തിനെങ്കിലും ഇങ്ങ് വന്നാ മതിയായിരുന്നു. നിനക്കിനി ഇതിലും ഉണ്ടോ അഭിപ്രായം? ആമി, നേര് പറ, ദത്തൻ എവിടെ പോയതാ? മുത്തശ്ശി, സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയാതെ പോയത്. എന്ന് ഞാൻ വിശ്വസിക്കണമല്ലേ? വിശ്വസിക്കാതെ തൽക്കാലം വേറെ വഴിയില്ല. ഗോമതി ചേച്ചി പറഞ്ഞത് സത്യം. വന്ന് മുത്തശ്ശിയുടെ സ്വഭാവത്തില് വല്ലാത്ത മാറ്റമുണ്ട്. അതേടെ മാറ്റമുണ്ട്. എല്ലാരും മാറുമ്പോ ഞാൻ മാത്രമായിട്ട് മാറാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ശബാനെ, നിനക്കെല്ലാം അറിയാമല്ലോ. അവളിപ്പോൾ എൻ്റെ സംരക്ഷണയിലാണ്. ഷാനുവിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് നിന്നോട് പറഞ്ഞാൽ അത് കള്ളത്തരമാവും. പൂജയെ എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മനസ്സിലിപ്പോൾ അരുതാത്ത ചിന്തകളൊന്നുമില്ല. അവൾ സുഖമായിരിക്കണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഷാനുവിനെ അവളെയും സേഫാക്കാൻ നീ കണ്ടുവച്ചത് ഇവിടെ ആണല്ലോ. നിന്നെ വിശ്വസിച്ച് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരാൻ പോവുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒന്നുമില്ലല്ലോ. അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണം. പൂജയ്ക്ക് നല്ലത് വരാൻ നിന്റെ ആത്മാവിൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം.
സോറി സർ, ഞാൻ അല്പം ലേറ്റായി. ഇറ്റ്സ് ഓക്കെ. ആ ആവശ്യം ഞങ്ങളുടേതായി പോയില്ലേ, കാത്തിരിക്കാതെ പറ്റൂലല്ലോ. എന്തായി കാര്യങ്ങള്? അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ട് സർ. എന്നിട്ടും എങ്ങും എത്തുന്നില്ലല്ലോ. 1-2 പേരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അവരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നത്. അല്ല, ആദി അവൻ വീട്ടിലുണ്ട് സർ. അവനിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ? എന്റെ എക്സ്പീരിയൻസ് വെച്ച് പല രീതിയിൽ തിരിച്ചു മറിച്ചും ചോദിച്ചു. അവന് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, വേറെ ആരെയോ സംശയമുണ്ടെന്ന് ഉമാദത്തൻ എന്നോട് പറഞ്ഞില്ലേ? അതാരാ? അത് വെളിപ്പെടുത്താറായിട്ടില്ല സർ. ഒരുപക്ഷെ എന്റെ ഊഹം തെറ്റാണെങ്കിൽ അത് എന്നിൽ തന്നെ ഒതുങ്ങിയാൽ മതിയല്ല. ശരി, ഇതൊന്ന് കരക്കെടുപ്പിക്കാൻ ദത്തിന് എത്ര സമയം വേണം? ഏറിയാൽ ഒരാഴ്ച. അല്ല, ഈ ഒരാഴ്ചക്കുള്ളില് ഒന്നും സംഭവിക്കില്ല. ദത്തന്റെ അന്വേഷണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, പൂജയുടെ കാര്യമാ. ഈ ഒരാഴ്ചക്കുള്ളിൽ അവക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഏതായാലും നമ്മൾ ഇത്രയും ക്ഷമിച്ചില്ല ശ്രീനി. ഒരു 7 ദിവസം കൂടി ദത്തിന് കൊടുക്കാം. ഇയാൾക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിട്ടല്ലേ ഇത് പറഞ്ഞത്. എനിക്ക് നല്ല വിശ്വാസം. യു മേ പ്രൊസീഡ് മാൻ. താങ്ക് യു ഡോക്ടർ. സർ, പഠിച്ച കള്ളനാ ഇവൻ. പിന്നെന്തിനാ അയാളെ വെറുതെ വിട്ടെ? എവിടം വരെ പറക്കുമെന്നറിയണമല്ലോ. ഡോക്ടർ കാണിച്ചതാണ് ബുദ്ധി. നമുക്ക് അയാളെ സംശയമുണ്ടെന്ന് തോന്നിയ അയാൾ റൂട്ട് മാറ്റി പുതിയ കളികൾ കളിക്കും. ഇതിപ്പോ അയാളുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഐ മീൻ SI ശരവണന്റെ കയ്യിൽ. എന്നോട് ആലോചിക്കാതെ അയാൾ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ ആദിത്യന്റെ ഓരോ മൂവ്മെന്റ്സും അയാളുടെ അറിവോടെയാണെന്ന്. അവൻ എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞേ? വീട്ടിലുണ്ടെന്ന് അല്ലേ? അവൻ കോട്ടയത്ത് പോയതും സൈബർ സെല്ല് വഴി അത് അറിഞ്ഞതും അയാൾ എന്തിനാ ഒളിച്ചു വെച്ചത്? സിൻസിയർ അല്ലാത്തതുകൊണ്ട്. അതാണ്. അയാൾക്ക് കമ്മിറ്റ്മെന്റ് അവനോടായതുകൊണ്ട്. ഇത് ഏത് കൊച്ചിനും മനസ്സിലാവില്ലേ? എന്താ ശ്രീനൊന്ന് പറയത്തെ? ഇപ്പോഴും അയാൾ വിശ്വസ്തനാണെന്ന് തോന്നുന്നുണ്ടോ? ആദിത്യനല്ല, ഇനി ശരവണൻ വാച്ച് ചെയ്യേണ്ടത് ഈ ദത്തനെയാ. അതൊക്കെ ഡോക്ടർ എനിക്ക് വിട്ടേക്ക്. നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് നേരിട്ട് ബോധ്യപ്പെടാനാ അയാളെ വിളിച്ചു വരുത്താൻ ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് ബോധ്യപ്പെടാനൊന്നുമല്ല. ഉമാദത്തൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പൂജയെ കണ്ടെത്താനല്ല, ആദിയെ രക്ഷിക്കാനാണ് അയാൾ ഈ കേസിന്റെ പിന്നാലെ കിടക്കുന്നത്. കൂട്ടത്തിൽ കിടക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ രാപ്പനി ആരറിയാന്? നിങ്ങൾ ബേജാറാവണ്ട, ഏത് പനിക്കുള്ള മരുന്നും എന്റെ കയ്യിലുണ്ട്. മോനെ ഇറങ്ങിയാട്ടെ. വാ വാ. അതെ, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ തന്നെ ധൈര്യമായിട്ട് പെങ്കൊച്ചിനെ വിളിച്ചു നിങ്ങൾ പോരെ. എന്തിനും ഏതിനും ഞങ്ങളുണ്ടാവും കൂടെ കട്ടയ്ക്ക്, ഇല്ലേ ചേ? പിന്നല്ലാതെ.